നമസ്കാരം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുള്ള ആകുലതകൾ, വ്യാകുലതകൾ ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം നീറ്റ് പരീക്ഷ, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു, കുറച്ച് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു, പിന്നെ സമരങ്ങൾ, രാജി, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. ഈ എന്തിനാണ് സ്റ്റേറ്റ് സിലബസ്, സെൻട്രൽ സിലബസ്? നമ്മുടെ രാജ്യത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഭംഗി ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നുള്ളതല്ലേ. അങ്ങനെയുള്ള അടുത്ത് എന്തിനാണ് ഈ സ്റ്റേറ്റിനൊരു സിലബസ്, സെൻട്രലിന് ഒരു സിലബസ്, CBSE? അത് കൊടുക്കുമ്പോൾ രണ്ട് പൗരന്മാരെയല്ലേ വാർത്തെടുക്കുന്നത്? സെൻട്രൽ സിലബസ് CBSE പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയുടെ മുന്നിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ചിറങ്ങിയ ഒരു കുട്ടി നിൽക്കാൻ പാടാണ്. അത് പൊതുവെ അംഗീകരിക്കുന്ന ഒരു സംഭവമല്ലേ. കാരണം CBSE പഠിച്ചൊരു കുട്ടി, അവനും സ്റ്റേറ്റ് സിലബസ് പഠിച്ച് ചെന്ന ഒരു കുട്ടി ഇതുപോലുള്ള നീറ്റ് പരീക്ഷ, അങ്ങനെയുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരുപോലെയാണ്. പക്ഷേ അവിടെ പതറിപ്പോവുകയാണ്. സ്റ്റേറ്റ് സിലബസ് പഠിച്ച ഒരു കുട്ടി അവിടെ പതറിപ്പോകുന്നുണ്ട്. ചരിത്ര സംഭവമാണിത്, യാഥാർത്ഥ്യമാണ് ഈ പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ എന്തിന് ഈ സ്റ്റേറ്റ് സിലബസ് എന്തിനു കൊടുക്കുന്നു? മൊത്തത്തിൽ സെൻട്രൽ സിലബസ് അങ്ങ് ആക്കിക്കൂടെ? രാജ്യത്തൊറ്റ വിദ്യാഭ്യാസ നയം കൊണ്ടുവരൂ. മൊത്തം സെൻട്രൽ സിലബസ് CBSEയിലേക്ക് മാറട്ടെ. പിന്നെ അതാത് സംസ്ഥാനങ്ങളുടെ മാതൃഭാഷ അതിൽ ഉൾപ്പെടുത്തിയാൽ പോരെ? ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളം കൂടെ ഉൾപ്പെടുത്തണം, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴും കൂടെ ഉൾപ്പെടുത്തണം, അങ്ങനെ കർണാടകയിൽ കന്നഡയും കൂടെ ഉൾപ്പെടുത്തണം, അവരുടെ മാതൃഭാഷ ഉൾപ്പെടുത്തുക. ഹിന്ദി മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം, എല്ലാ സംസ്ഥാനത്തും ഹിന്ദി പഠിച്ചിരിക്കണം, അത് ഉൾപ്പെടുത്തിയിരിക്കണം. അതിൽ ഇല്ലാത്ത പക്ഷം അതത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റുകൾ ആ വിദ്യാർത്ഥികളോട്, വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്യുന്ന അനീതിയാണ്, അക്രമവും അനീതിയുമാണ് ഹിന്ദി ഒഴിവാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയുന്നത് സെൻട്രൽ സിലബസിലേക്ക് അങ്ങ് പോകട്ടെ കാര്യങ്ങൾ. ഇപ്പം അല്ലെങ്കിൽ സാധാരണക്കാർ പറയും, അയ്യോ എൻ്റെ മക്കൾ CBSE ഒക്കെ പഠിക്കാനുള്ള യോഗ്യത വരുമോ എന്നൊരു ഭയം കാണും. ആ ഭയം വേണ്ട. ഇപ്പോഴത്തെ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ അവരുടെ കയ്യിലോട്ട് കൊട്, CBSE പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലോട്ട് കൊട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലോട്ട് കൊടുക്ക് സ്മാർട്ട് ഫോൺ. അവർ നല്ല ഈസിയായിട്ട് അവരുടെ കാര്യങ്ങൾ അതിൽ ചെയ്യുന്നത് കാണിച്ചു തരും. അപ്പോൾ അവിടെ കുട്ടികളെ നമ്മൾ തരം താഴ്ത്തിയോ അവൻ ചെയ്യത്തില്ല എന്നുള്ള, അവന് അതിനുള്ള കഴിവുണ്ടോ എന്ന് സംശയിക്കേണ്ടതുള്ള കാര്യമില്ല. അവന് LKG മുതൽ ആ വിദ്യാഭ്യാസം കൊടുത്താൽ മതി, കുട്ടി നല്ല രീതിയിൽ പോയിക്കൊള്ളും. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ കച്ചവടവും നിൽക്കും. ലക്ഷങ്ങളാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ പല സംഘടനകളും, അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം ഒരു കച്ചവടമാക്കി നടത്തുന്നവർ ലക്ഷങ്ങളാണ് ജനങ്ങളുടെ, പൗരന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഇതിലെല്ലാം മാറ്റം കിട്ടും. പിന്നെ കേന്ദ്രീയ വിദ്യാലയത്തിൽ കുറച്ച് കുട്ടികൾക്ക് പ്രവേശനം,
മറ്റുള്ളവർ നിരാശരാകുന്നു, കിട്ടാത്തവർ. എന്തിനങ്ങനെയൊക്കെ ഒരു ഇത് രാജ്യത്ത്? ഒരൊറ്റ ജനത, ഒരൊറ്റ ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യമല്ലേ നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് സിലബസിലേക്ക് അങ്ങ് ആകട്ടെ എല്ലാം. അങ്ങനെയുള്ള വിദ്യാഭ്യാസ നയം കൊണ്ടുവരട്ടെ. അതാണ് വേണ്ടത്. സ്റ്റേറ്റ് സിലബസിലേക്ക്, CBSEയിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളും വിദ്യാർത്ഥികളും ഇതങ്ങ് മാറണം. അപ്പം ഇവിടുത്തെ വിദ്യാലയങ്ങൾ ആ നിലവാരത്തിലേക്ക് അങ്ങ് മാറിയാൽ മതി. ഗവൺമെൻറ് ഏറ്റെടുത്ത് അതങ്ങ് നടത്തിയാൽ മതി. പിന്നെ പ്രൈവറ്റിന് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും കൊടുക്കുക. ടീച്ചേഴ്സിന് അതിൻ്റേതായിട്ടുള്ള അവർക്ക് അതിൻ്റേതായിട്ടുള്ള ട്രെയിനിങ് കൊടുത്താൽ മതി. അവരത് CBSEയുടെ ആ സ്റ്റാൻഡേർഡിലേക്ക് അവർ മാറിക്കോളും. അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഇനിയുള്ള ഗവൺമെൻറ്റും എല്ലാം അത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ജനങ്ങളത് കാര്യമായിട്ട് എടുക്കണം. ഇപ്പോഴത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഈ പാറ്റ എന്നുള്ള യുവജന സംഘടനകൾ അതൊക്കെ അവർ കാര്യമായിട്ട് ഈ കാര്യം കൂടെ ഗൗനിക്കേണ്ടതുണ്ട്. എന്തിനാ സ്റ്റേറ്റ് സിലബസ്, സെൻട്രൽ സിലബസ് അങ്ങനെയൊക്കെ എന്തിനാണ് കൊടുക്കുന്നത്? ഒറ്റ CBSEയിലേക്ക് വിദ്യാഭ്യാസ നയം മൊത്തം സ്റ്റേറ്റിലെ ഇതങ്ങ് കൊടുത്താൽ പോരെ? അങ്ങനെ കൊടുക്കുക. വിദ്യാർത്ഥികളെ ഒരുമിച്ച് ഒരുപോലെ അവർ വളരട്ടെ, അവർ പഠിക്കട്ടെ. ആ നയം കൊണ്ടുവരണം.